സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിദ്യാർത്ഥികളിലെ ലഹരി ഉപയോഗം കർശനമായി നിരീക്ഷിക്കാൻ എക്സൈസ് വകുപ്പ്. ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന നിർദ്ദേശവുമായി എക്സൈസ് കമ്മീഷണർ സർക്കുലർ ഇറക്കി. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. മെയ് 30 മുമ്പ് റേഞ്ച് ഇൻസ്പെക്ടർമാർ തങ്ങളുടെ പരിധികളിലെ സ്കൂളുകൾ സന്ദർശിക്കണമെന്നും ജൂൺ 1 മുതൽ മഫ്തി പട്രോളിംഗും ബൈക്ക് പട്രോളിംഗും നടത്തണമെന്നുമാണ് സർക്കുലറിലെ നിർദ്ദേശം. ജൂൺ മാസം എല്ലാ ദിവസവും പട്രോളിംഗ് നടത്തും. സ്കൂൾ പരിസരം പൂർണ്ണമായും നിരീക്ഷണത്തിലാക്കും. പരിസരത്തെ ഇടവഴികൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ, കുറ്റിക്കാടുകൾ തുടങ്ങിയവയും നിരീക്ഷണ പരിധിയിൽ കൊണ്ടുവരും. കോമ്പൗണ്ടുകളും പരിശോധിക്കും. ശൂന്യമായ ശുചിമുറികൾ, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ എന്നിവിടങ്ങൾ പരിശോധിക്കുന്നത് കൂടാതെ സ്കൂൾ പരിസരങ്ങളിലെത്തുന്ന യുവാക്കളെയും നിരീക്ഷിക്കണമെന്നും സർക്കുലറിലുണ്ട്. അനാവശ്യമായി എത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിക്കും. മാത്രമല്ല, സ്കൂൾ പരിസരങ്ങളിൽ വാഹന പരിശോധന നടത്തണമെന്നും എക്സൈസ് കമ്മീഷണറുടെ സർക്കുലറിൽ പറയുന്നു. സ്റ്റാമ്പ്, സ്റ്റിക്കർ, ഗുളിക, ചോക്ലേറ്റ്, ച്യൂയിംഗം തുടങ്ങിയ രൂപങ്ങളിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എക്സൈസ് പിടിച്ചെടുത്ത കഞ്ചാവ് മിഠായികൾ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചെത്തിയതായിരുന്നു. തുടക്കത്തിൽ സൗജന്യമായി ലഹരി വസ്തുക്കൾ നൽകുകയും പതിയെ കുട്ടികളെ അവയ്ക്ക് അടിമകളാക്കുകയും ചെയ്യുന്നതാണ് ലഹരി വ്യാപാരികളുടെ രീതി. ഇതിൽ കുടുങ്ങുന്നവർ പിന്നീട് ലഹരി വിൽപ്പനക്കാരായി മാറുന്നതും പതിവാണ്. മുൻകാലങ്ങളിൽ മദ്യം, കഞ്ചാവ് തുടങ്ങിയവയായിരുന്നു വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിച്ചിരുന്നെങ്കിൽ ഇന്ന് രാസലഹരികളാണ് വ്യാപകമാകുന്നത്. മാരക ലഹരി മരുന്നായ MDMA അടക്കമുള്ളവ വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. നാവിലൊട്ടിക്കുന്ന LSD സ്റ്റിക്കറുകളും വ്യാപകം തന്നെ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.